ഹലോ! ഇന്ന് ഞാൻ വീണ്ടും നമ്മുടെ സ്വന്തം കോൾപോസിലിൻ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇന്ന് നമ്മളൊരു ഡോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തവണ നമ്മൾ ഡോളിൻ്റെ ഫേസിൽ 2 കണ്ണൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അടയാളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടെക്നിക്ക് ഞാൻ മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഐസ്, കുറച്ച് കാർട്ടൂണിഷ് ആയിട്ടുള്ള ഐസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേപോലെ വരാനൊക്കെ വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു ടെക്നിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഗതി സിമ്പിളാണ്. സ്ട്രോയുടെ എൻഡിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് പോലെ പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്ലേയുടെ പോർഷനിലേക്ക് ഇതൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടും 2 ലെവലിലായി പോകരുതെന്ന് മാത്രം. ഇനി നമ്മുടെ ഡോളിൻ്റെ കൈയും കാലും അതുപോലെ അപ്പർ ബോഡിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുത്തു. അതിനുശേഷം ഓരോന്നും ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കാലുകൾ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ ഡ്രസ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇത്തവണ നമ്മളൊരു പ്ലീറ്റഡ് സ്കേർട്ടും ടോപ്പും ഒക്കെ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സ്കേർട്ട് ഒരുവിധം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വൈറ്റ് കളറിലുള്ള ഒരു കുട്ടി ടോപ്പും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി വന്നപ്പോഴേ ഒരു സ്കൂൾ യൂണിഫോം പോലെ ആയി വന്നിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി എനിക്കിത് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ അത്തരത്തിലുള്ള ഡോളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഫേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നമ്മൾ പെയിൻറ് ചെയ്യാൻ തുടങ്ങി. ആ കണ്ണ് കണ്ടില്ലേ, നല്ല ഉണ്ടക്കണ്ണായിട്ട് വന്നിരിക്കണേ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടെക്നിക്കില്ലേ, ഏത് ആ സ്ട്രോ ഉപയോഗിച്ചതേ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു കണ്ണാണ് കിട്ടുക. ഏകദേശം ഒരു ആനിമ ഐസ് മാതിരിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ വെച്ച് കൊടുക്കുകയാണ്. ഇത്തവണ നമ്മളൊരു ഷോർട്ട് ഹെയർ ആണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ക്യൂട്ട്നെസ് ഇരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് 2 മുടി ഇങ്ങനെ പൊങ്ങിക്കണ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സ്കേർട്ടിന് ഒരു പ്ലെയ്ഡ് സ്കേർട്ടും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.